ഇവിടെ ഇതിന്റെ ഇടയിൽ തന്നെ ഇത് പ്രവർത്തിക്കേണ്ടി വന്നത് CIC-യുമായി ഒരു പ്രശ്നമുണ്ടായി. അതൊന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. ആ പ്രശ്നം വന്നപ്പോൾ അത് നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ അവിടെ കണ്ടപ്പോൾ അതിനെ സമസ്ത അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിക്കുകയും പിന്നെ പല ഐക്യ ശ്രമങ്ങളും നടത്തി. പക്ഷേ അതിലെല്ലാം പരാജയപ്പെട്ടു. നാം ഉദ്ദേശിച്ചതുപോലെ 9 കാര്യങ്ങളിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മാറുകയും അതോടുള്ള ബന്ധം പാടെ വിച്ഛേദിക്കുകയും ചെയ്തു. ഇനി CIC സമസ്ത ഒഴിവാക്കിയിട്ടില്ല, സമസ്ത അംഗീകരിച്ചുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ്. അപ്പൊ CIC എന്ന വിഷയം അത് സമസ്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നടത്തുന്ന ഹക്കീം ഫൈസി മാത്രമല്ല, അത് നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും ഏത് സ്ഥാപനങ്ങളുമായും സമസ്തക്ക് ബന്ധമില്ല. CIC-ന്റെ സിലബസ് അതിന് ഒരുപാട് കോട്ടങ്ങളുണ്ട്. അത് സമസ്ത കണ്ടുപിടിച്ചിട്ടാണ് ഈ നിയമം ഇതിവിടെ പറഞ്ഞത്. 2-3 മുശാവറ മുമ്പ് ഇത് വീണ്ടും ആവർത്തിച്ചു, ഇനി CIC-യുമായി ബന്ധമില്ല എന്ന്. എന്നിട്ട് അവിടെ ഓരോരുത്തർ അവിടെയും ഇവിടെയും നിന്ന് പ്രസംഗിക്കുകയാണ്. അങ്ങനെ സമസ്ത പറഞ്ഞിട്ടില്ല. ഹക്കീം ഫൈസിനോട് ബന്ധമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, മറ്റത് ബന്ധമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല. ആ പ്രസ്ഥാനവുമായി ഇനി സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പം അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് അതിൻ്റെ കോട്ടങ്ങളൊന്നും ഇവിടെ പറയാൻ നേരല്ല. അതിന് മറ്റവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇത്രയും അധികം പാടുപെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്ത്, ഖുബൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, എന്തെല്ലാം മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നത്? ഭക്ഷണത്തിന്റെ കാര്യത്തിനാണോ? അല്ല, അവരുടെ ആദർശം സംരക്ഷിക്കാനാണ്. ആദർശ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ജീവിക്കുന്നത്?